പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന സ്ത്രീയെ കൊല്ലം ചവറ പട്ടത്താനം സൊസൈറ്റി മുക്കിന് സമീപത്ത് കാണപ്പെട്ടതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ മേനാമ്പള്ളി സ്വദേശി മനോജാണ് ഇവരെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ആ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. ഉടൻ തന്നെ ഇദ്ദേഹം നാട്ടുകാരെയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെയും വിവരമറിയിപ്പിച്ചു. ഉടൻ തന്നെ എല്ലാവരും ചേർന്ന് ഈ ഒരു സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവർ യാതൊന്നും തന്നെ പറഞ്ഞതില്ല. ഇവർ അല്പം മാനസികാസ്ത്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മറ്റ് അന്യ സംസ്ഥാനക്കാരിയാണ് എന്നും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പോലും അവർക്ക് അറിയില്ല. പേര് സീത എന്നാണ് എന്നും ഭർത്താവിൻ്റെ പേര് രാജൻ എന്നുമാണ് ഇവർ പറയുന്നത്. ഇവർ ഭുവനേശ്വർ സ്വദേശിയാണ് എന്നും ഇവർ പറയുന്നുണ്ട്. എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നതടക്കം ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടതാകാം. ഏതായാലും ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷും ബാബുവും മനോജും ചേർന്ന് ഇവരെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. തുടർന്ന് പോലീസിൻ്റെ അറിവോടുകൂടി തന്നെ കൊല്ലം ജില്ലയിൽ കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന അഗതി മന്ദിരത്തിലേക്ക് താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ പരിചയക്കാരെയോ ആരെങ്കിലും കണ്ടെത്താൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഒരുപക്ഷെ ഇവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകും, ഭർത്താവോ മക്കളോ ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതാകാം അവർക്ക്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സഹായം തന്നെയാകും. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടെ നിന്നും അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും താൽക്കാലികമായി ഇവരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഇവരെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഒരു സ്ത്രീയാണ് അറിയപ്പെടാത്ത സ്ഥലത്ത് എങ്ങനെയൊക്കെയോ വന്നു പെട്ടതായിരിക്കാം. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.